Hello everyone, welcome to Vijay Sri tutorial. I'm Annie, 2019 batch. Today we'll be discussing about growth hormone. So let's move on to the topic. എൻഡോക്രൈനോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ ഇസ് ഓൾസോ കോൾഡ് സൊമാറ്റോട്രോപ്പിൻ വിച്ച് ഇസ് സെക്രീറ്റഡ് ബൈ ദ സൊമാറ്റോട്രോപ്സ് ഓഫ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത് ഹോർമോൺ വിൽ സ്റ്റിമുലേറ്റ് ദ പോസ്റ്റ് നേറ്റൽ സൊമാറ്റിക് ഗ്രോത്ത്. ഈ ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് സബ് ടോപ്പിക്സ് ആണ് സ്ട്രക്ചർ, സിന്തസിസ്, റെഗുലേഷൻ, മെറ്റബോളിസം, മെക്കാനിസം ഓഫ് ദി ആക്ഷൻ. അതുപോലെ തന്നെ ഗ്രോത്ത് ഹോർമോണിന് ഗ്രോത്തിലും പ്രോട്ടീൻ മെറ്റബോളിസത്തിലും കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിലും ഫാറ്റ് മെറ്റബോളിസത്തിലും വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസിലുള്ള റോളും. അറ്റ് ലാസ്റ്റ് വിൽ മൂവ് ഓൺ ടു ദി അപ്ലൈഡ് ഫിസിയോളജി. ഫസ്റ്റ് ദി സ്ട്രക്ചർ. ഗ്രോത്ത് ഹോർമോൺ ഒരു 191 അമിനോ ആസിഡ് ഉള്ള ഒരു സ്ട്രക്ചറാണ്. ഇതിൻ്റെ സ്ട്രക്ചർ ഹ്യൂമൻ പ്രൊലാക്റ്റിനോടും പ്ലാസൻ്റ ലാക്ടോജനോടും ഒരുപാട് സിമിലർ ആണ്. മോളിക്കുലർ വെയ്റ്റിൻ്റെ ബേസിസിൽ ദർ ആർ 2 types ഓഫ് ഗ്രോത്ത് ഹോർമോൺ, 22K ഗ്രോത്ത് ഹോർമോണും 20K ഗ്രോത്ത് ഹോർമോണും. 22K ഗ്രോത്ത് ഹോർമോൺ ആണ് മെജോറിറ്റി, 90%. 22K ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുമ്പോൾ 22,000 ആണ് അതിൻ്റെ മോളിക്കുലർ വെയ്റ്റ്, 22,000 ഡാൽട്ടൺ. 20K ഗ്രോത്ത് ഹോർമോണിൻ്റെ മോളിക്കുലർ വെയ്റ്റ് 20,000 ഡാൽട്ടൺ. സിന്തസിസ്. എല്ലാ ഹോർമോണിനെ പോലെ തന്നെ ഗ്രോത്ത് ഹോർമോണും ഒരു ലാർജർ പ്രോ ഹോർമോൺ ആയിട്ട് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് റിലീസ്ഡ് ആവുന്നു. ഈ ലാർജർ പ്രോ ഹോർമോണിന് 2 പാർട്ടുണ്ട്, എൻ ടെർമിനൽ സിഗ്നൽ പെപ്റ്റൈഡും 191 അമിനോ ആസിഡ് പെപ്റ്റൈഡും. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് ലാർജർ പ്രോ ഹോർമോൺ ആയിട്ട് റിലീസ്ഡ് ആവുന്നു, ഗോൾജി ബോഡിയിലെത്തി. ഗോൾജി ബോഡിയിൽ വെച്ച് ഈ സിഗ്നൽ പെപ്റ്റൈഡ് റിമൂവ്ഡ് ആവുന്നു. പിന്നീട് ഈ ഗോൾജി ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് ഇറ്റ് ഇസ് ബീൻ സ്റ്റോർഡ് ഇൻ ദ ഗ്രാനുൾസ് ഓഫ് സൊമാറ്റോട്രോപ്സ്. നെക്സ്റ്റ് ഇസ് റെഗുലേഷൻ. GHRHും TSHും GHGൻ്റെ എക്സ്പ്രഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. Somatostatin will inhibit somatotropin and growth hormone has a feedback regulation. നോർമലി നമ്മുടെ ബോഡിയിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ ലെവൽ 0 to 5 നാനോഗ്രാം പെർ ml ആണ്. ഗ്രോത്ത് ഹോർമോൺ ഹാസ് എ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇഫക്റ്റ് ഓൺ സൊമാറ്റോസ്റ്റാറ്റിൻ. ഗ്രോത്ത് ഹോർമോൺ IGF-1നെയും സൊമാറ്റോമെഡിൻ സിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഈ IGF-1ഉം ആൻഡ് സൊമാറ്റോമെഡിൻ സിയും ഹാസ് എ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇഫക്റ്റ് ഓൺ ഗ്രോത്ത് ഹോർമോൺ. ദിസ് ഇസ് എ ടാബുലാർ കോളം വിച്ച് ഷോസ് ദ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ഗ്രോത്ത് ഹോർമോൺ റിലീസ്. അതായത് ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഗ്രോത്ത് ഹോർമോണിൻ്റെ സെക്രീഷൻ കൂട്ടുന്നത്, ഏതൊക്കെയാണ് അത് കുറയ്ക്കുന്നത്. ഹോർമോൺസിൽ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും സെറോട്ടോണിനും ACHും അസറ്റൈൽ കോളിനും സെക്രീഷൻ കൂട്ടുന്നു. സെക്രീഷൻ കുറയ്ക്കുന്നത് ഗ്രോത്ത് ഹോർമോൺ ഇറ്റ്സെൽഫ്, പിന്നെ മിഡ്രോക്സി പ്രൊജസ്ട്രോണും കോർട്ടിസോളും. ഇത് സെക്രീഷൻ കുറയ്ക്കുന്നു. സ്ലീപ്പിൽ സ്റ്റേജ് 4 സ്ലീപ്പ് സെക്രീഷൻ കൂട്ടുന്നു. ഒരു 70% ഗ്രോത്ത് ഹോർമോൺ സെക്രീഷനും സ്ലോ വേവ് സ്ലീപ്പിലാണ് നടക്കുന്നത്. REM സ്ലീപ്പ്, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പിൽ സെക്രീഷൻ കുറയുന്നു. ഹൈപ്പോഗ്ലൈസമിക് സ്റ്റേജ്, ഫാസ്റ്റിങ്ങിൻ്റെ സമയത്തോ എക്സസൈസ് ചെയ്യുമ്പോഴോ ഒക്കെ ഹൈപ്പോഗ്ലൈസമിക് സ്റ്റേറ്റ് ആണ്, അവിടെ സെക്രീഷൻ കൂടുന്നു. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയ ഹൈപ്പർ ഗ്ലൈസമിക് സ്റ്റേറ്റിലും ബോഡിയിൽ ഫ്രീ ഫാറ്റി ആസിഡിൻ്റെ എമൗണ്ട് കൂടുമ്പോഴും സെക്രീഷൻ കുറയുന്നു. ഹൈ പ്രോട്ടീൻ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ബോഡി ഒരു ഹൈപ്പർ അമിനോ ആസിഡീമിയയിൽ ആണ്. ഈ ഹൈപ്പർ അമിനോ ആസിഡീമിക് സ്റ്റേറ്റിലും സെക്രീഷൻ കൂടുന്നു. നോർമലി ഒബിസിറ്റിയിലും പ്രഗ്നൻസിയിലും സെക്രീഷൻ കുറയുന്നു. പ്യൂബർട്ടിയിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ സെക്രീഷൻ കൂടുന്നു. ഡ്രഗ്സായ എൽഡോപ്പായോ മോർഫിനോ ഒക്കെ ഇൻടേക്ക് ചെയ്യുമ്പോഴും സെക്രീഷൻ കൂടുന്നു. നെക്സ്റ്റ് ഇസ് ദ മെറ്റബോളിസം. ഗ്രോത്ത് ഹോർമോൺ റിസെപ്റ്ററിലേക്ക് ഗ്രോത്ത് ഹോർമോൺ വന്ന് ബൈൻഡ് ചെയ്യുന്നു, ലിവറിൽ വെച്ച് മെറ്റബോളിസം നടക്കുന്നു. മെക്കാനിസം ഓഫ് ആക്ഷൻ. ഗ്രോത്ത് ഹോർമോൺ റിസെപ്റ്റർ എന്ന് പറയുന്നത് ഒരു TK അസോസിയേറ്റഡ് റിസെപ്റ്ററാണ്, അതായത് തൈറോസിൻ കൈനേസ് അസോസിയേറ്റഡ് റിസെപ്റ്റർ. ഇത് ഒരു സൈറ്റോകൈൻ റിസെപ്റ്റർ സൂപ്പർ ഫാമിലി മെമ്പറാണ്. ഗ്രോത്ത് ഹോർമോൺ റിസെപ്റ്ററിന് 3 ഡൊമെയിനുണ്ട്, 2 സബ് യൂണിറ്റും ഉണ്ട്. ഈ 3 ഡൊമെയിനിൽ ഏതൊക്കെയാണ് വരുന്നത്? ലാർജ് എക്സ്ട്രാ സെല്ലുലർ ഡൊമെയിനും ലാർജ് സൈറ്റോപ്ലാസ്മിക് ഡൊമെയിനും ട്രാൻസ് മെംബ്രെയിൻ ഡൊമെയിനും. നെക്സ്റ്റ് ഇസ് ദ സിഗ്നൽ പാത്വേസ് വിച്ച് ആർ സ്റ്റിമുലേറ്റഡ് ബൈ ദ ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലക്സ്. 4 സിഗ്നൽ പാത്വേ ഉണ്ട്. ജാക്സാറ്റ് പാത്വേ, SHC-GRB പാത്വേ, TK-IRS പാത്വേ, ഫോസ്ഫോലിപ്പേസി. ഫസ്റ്റ് എന്ന് പറയുന്നത് ജാക്സ്റ്റാറ്റ് പാത്വേ. ജാക്സ്റ്റാറ്റ് പാത്വേ എന്ന് പറയുമ്പോൾ ജാനസ് കൈനേസ് സിഗ്നൽ ട്രാൻസ്ഡ്യൂസർ ആൻഡ് ആക്ടിവേറ്റർ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ഇവിടെ ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലക്സ് ജാക്ക് കൈനേസിനെ പോയി ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇൻഡ്യൂസ്ഡ് ആയ ജാക്ക് കൈനേസ് സ്റ്റാറ്റിനെ പോയി ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നു. സ്റ്റാറ്റിൻ ന്യൂക്ലിയസിലെത്തി അവിടെ വേരിയസ് ജീൻ്റെ ഇൻഡക്ഷൻ നടക്കുന്നു. SHC-GRB പാത്വേയിൽ JAK2 phosphorylates SHC and SHC in turn will stimulate GRB2. GRB2 MAP കൈനേസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. MAP കൈനേസ് എന്നാൽ മൈറ്റോസിസ് ആക്ടിവേറ്റഡ് പ്രോട്ടീൻ കൈനേസ്. അറ്റ് ലാസ്റ്റ് ജീൻ ട്രാൻസ്ക്രിപ്ഷനും സ്റ്റിമുലേറ്റഡ് ആകുന്നു. GK-IRS പാത്വേയിൽ ആദ്യമേ JAK ടൈറോസിൻ കൈനേസ് സ്റ്റിമുലേറ്റഡ് ആകുന്നു.
IRSനെ ഫോസ്ഫറിലേറ്റ് ചെയ്യുന്നു. IRS എന്നാൽ ഇൻസുലിൻ റിസപ്റ്റർ സബ്സ്ട്രേറ്റ്. അറ്റ് ലാസ്റ്റ് വേരിയസ് ഇൻട്രാസെല്ലുലർ എൻസൈംസും സ്റ്റിമുലേറ്റഡ് ആകുന്നു. ലാസ്റ്റ് വൺ ഇസ് ദ ഫോസ്ഫോലിപ്പേസ് സി. ഇവിടെ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോസ്ഫോലിപ്പേസ് സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. DHAയുടെ പ്രൊഡക്ഷൻ കൂടുന്നു, കാൽഷ്യം ഇൻഫ്ലക്സ് കൂടുന്നു, ജീൻ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നു. നെക്സ്റ്റ്, ദ ഇഫക്റ്റ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഓൺ ഗ്രോത്ത്. പേര് പോലെ തന്നെ ഗ്രോത്ത് ഹോർമോൺ ഒരു ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോൺ ആണ്. അതായത് ബോണിലും സ്കെൽറ്റൽ മസിലിലും വിസറൽ ഓർഗൻസിലും പ്യൂബർട്ടൽ ആൻഡ് ഗൊണാഡൽ ഗ്രോത്തിലും ഗ്രോത്ത് ഹോർമോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റോളുണ്ട്. ബോണിൽ ഓസ്റ്റിയോബ്ലാസ്റ്റിക് ആൻഡ് ഓസ്റ്റിയോക്ലാസ്റ്റിക് ആക്ടിവിറ്റി കൂടുന്നു, ബോൺ മാസ് കൂടുന്നു, മിനറൽ കണ്ടന്റും കൂടുന്നു. സ്കെൽറ്റൽ മസിലിൽ പ്രോട്ടീൻ സിന്തസിസ് കൂടുന്നു, സ്കെൽറ്റൽ മസിൽ സെല്ലിൻ്റെ ഹൈപ്പർ ട്രോഫി നടക്കുന്നു, സാറ്റലൈറ്റ് സെൽസിൻ്റെ ആക്ടിവിറ്റിയും കൂടുന്നു. വിസറൽ ഓർഗൻസിൽ സൈസും ഫങ്ഷനും കൂടുന്നു. ഹൈപ്പർ ട്രോഫി നടക്കുന്നു, ഹൈപ്പർ പ്ലേസിയും നടക്കുന്നു. സെൽ സൈസ് കൂടുന്നു, സെൽ നമ്പർ കൂടുന്നു, പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നു, DNA ആൻഡ് RNA സിന്തസിസും ഇൻക്രീസ്ഡ് ആകുന്നു. പ്യൂബർട്ടൽ ആൻഡ് ഗൊണാഡൽ ഗ്രോത്തിൽ ഗ്രോത്ത് ഹോർമോൺ സെൻസിറ്റൈസസ് ഗൊണാഡ്സ് ടു ദ ആക്ഷൻ ഓഫ് LH ആൻഡ് FSH. അതേപോലെ തന്നെ പ്രീ പ്യൂബർട്ടൽ സെക്ഷൽ മെച്ചുറേഷനും ഇത് പ്രൊമോട്ട് ചെയ്യുന്നു. അടുത്തതാണ് ഇഫക്റ്റ് ഓൺ പ്രോട്ടീൻ മെറ്റബോളിസം. ഗ്രോത്ത് ഹോർമോൺ നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ബാലൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. സെല്ലിലേക്ക് എത്തുന്ന അമിനോ ആസിഡിൻ്റെ എൻട്രീനെ കൂട്ടുന്നു. അപ്പോൾ സെല്ലിൽ എത്തുന്ന അമിനോ ആസിഡിൻ്റെ എമൗണ്ട് കൂടുമ്പം പ്രോട്ടീൻ സിന്തസിസും നാച്ചുറലി കൂടുന്നു. DNA ആൻഡ് RNA സിന്തസിസ് കൂടുന്നു. പ്ലാസ്മ ലെവൽ ഓഫ് അമിനോ ആസിഡ് കുറയുന്നു, യൂറിയം കുറയുന്നു. നെക്സ്റ്റ് ഇസ് ദ ഇഫക്റ്റ് ഓൺ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. ഗ്രോത്ത് ഹോർമോൺ വിൽ ഫെസിലിറ്റേറ്റ് ഹെപ്പാറ്റിക് ഗ്ലൂക്കോനിയോജെനസിസ്. ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറയുമ്പോൾ നോൺ ഷുഗർ പ്രിഗസസിൽ നിന്ന് ഗ്ലൂക്കോസിൻ്റെ സിന്തസിസ് നടക്കുന്നു. അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ ഒരു ഹൈപ്പർ ഗ്ലൈസമിക് ഹോർമോണാണ്. പ്ലാസ്മ ഗ്ലൂക്കോസ് ലെവൽ എലിവേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഗ്രോത്ത് ഹോർമോൺ വിൽ ഡിക്രീസ് ദ ഗ്ലൂക്കോസ് അപ്ടേക്ക് ബൈ സ്കെൽറ്റൽ മസിൽ ആൻഡ് ഇറ്റ് വിൽ ഡിക്രീസ് ദ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി. സോ ഈ എല്ലാ ഫാക്ടേഴ്സ് കാരണം ഗ്രോത്ത് ഹോർമോൺ ഒരു ഹൈപ്പർ ഗ്ലൈസമിക് ഹോർമോണായിട്ട് മാറുന്നു. നെക്സ്റ്റ് ഇസ് ദ ഇഫക്റ്റ് ഓൺ ഫാറ്റ് മെറ്റബോളിസം. ഗ്രോത്ത് ഹോർമോൺ വിൽ ഫെസിലിറ്റേറ്റ് ലിപ്പോലൈസിസ്. അതിൻ്റെ ഭാഗമായിട്ട് ഫ്രീ ഫാറ്റി ആസിഡിൻ്റെ എമൗണ്ട് കൂടുന്നു, കീറ്റോജെനസിസും കൂടുന്നു. കാരണം ഫ്രീ ഫാറ്റി ആസിഡ് കീറ്റോജെനസിൻ്റെ ഒരു സബ്സ്ട്രേറ്റ് ആണല്ലോ. കീറ്റോജെനസിസും കൂടുന്നു. ഈ എനർജി എല്ലാം ബോഡി ഒരു സ്ട്രെസ്സിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ബോഡി ഒരു ഹൈപ്പോഗ്ലൈസമിക് സ്റ്റേജിലോ ആകുമ്പം ഈ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് ദ ഇഫക്റ്റ് ഓൺ ഇലക്ട്രോലൈറ്റ് ആൻഡ് വാട്ടർ ബാലൻസ്. ഗ്രോത്ത് ഹോർമോൺ വിൽ ഇൻക്രീസ് ദ പ്ലാസ്മ കാൽഷ്യം. GITയിൽ നിന്നുള്ള അബ്സോർപ്ഷൻ കൂട്ടുന്നു. അപ്പം പ്ലാസ്മ കാൽഷ്യത്തിൻ്റെ എമൗണ്ട് കൂടുന്നു. ഇറ്റ് വിൽ കോസ് sodium retention. It will decrease Na+ and K+ excretion and water. RAS pathway stimulated ആകുന്നു, ANP inhibited ആകുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെ ഇഫക്റ്റ് കാരണം Na+ കുറയുന്നു. It will decrease the Na+ and water excretion. It will increase the plasma phosphate. അതായത് പ്രോക്സിമൽ ട്യൂബ്യൂൾസ് ഓഫ് കിഡ്നിയിൽ നിന്ന് പ്ലാസ്മ ഫോസ്ഫേറ്റിൻ്റെ റീഅബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് IGF, ഇൻസുലിൻ ലൈക് ഗ്രോത്ത് ഫാക്ടർ. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് സൊമാറ്റോമെഡിൻ. It is called somatomedin because it will mediate the somatic effects of growth hormone. അതുകൊണ്ടാണ് IGF-നെ somatomedin എന്നും വിളിക്കുന്നത്. There are two types, IGF-1 ഉം IGF-2. ഇതിൻ്റെ സ്ട്രക്ചർ ഇൻസുലിൻ്റെ സ്ട്രക്ചറിനോട് സിമിലർ ആണ്. It is similar to insulin and it is being synthesized in the liver. It is formed in cartilages and other tissues. IGF-1 is made up of 70 amino acids, IGF-2 67 amino acids. IGF-1 is secreted independent of growth hormone before birth and dependent after birth. IGF-2 mainly fetal growth. IGF-1 will cause skeletal and cartilage growth. Next is applied physiology. Applied physiology la hypersecretion and hyposecretion ഉണ്ട്. ഹൈപ്പർ സെക്രീഷൻ എന്ന് പറഞ്ഞാൽ സെക്രീഷൻ കൂടുന്നു, ഹൈപ്പോയിൽ കുറയുന്നു. ഹൈപ്പർ സെക്രീഷനിൽ രണ്ട് ടൈപ്പ് പഠിക്കും, അക്രോമെഗാലിയും ജൈജാൻഡിസും. അക്രോമെഗാലി ഈസ് മെയിൻലി സീൻ ഇൻ അഡൽട്ട് ആൻഡ് ജൈജാൻഡിസം ചിൽഡ്രനിൽ. ഹൈപ്പോ സെക്രീഷനിൽ നമ്മൾ പിറ്റ്യൂട്ടറി ഡ്വാർഫ് സിസ്റ്റത്തിനെ പറ്റിയാണ് പഠിക്കുന്നത്. അക്രോമെഗാലിയിൽ ഹൈപ്പർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ആഫ്റ്റർ ദ ഫ്യൂഷൻ ഓഫ് എപ്പിഫൈസിസ്. അക്രോമെഗാലി മെയിൻലി കാണുന്നത് അഡൽട്ടിലല്ലേ, അപ്പോൾ അവിടെ എപ്പിഫൈസിൻ്റെ ഫ്യൂഷന് ശേഷം രണ്ട് കോസാണ് അക്രോമെഗാലിക്കുള്ളത്. ഒന്നെങ്കിൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലുള്ള സൊമാറ്റോട്രോപ്സിൽ എന്തെങ്കിലും ട്യൂമർ ആയിരിക്കാം, അല്ലെങ്കിൽ ഹൈപ്പോതലാമസിന് തന്നെ ട്യൂമർ ആയിരിക്കാം. ഒരു 20 മുതൽ 40% വരെ പേഷ്യൻസിന് പ്രൊലാക്റ്റിൻ സെക്രീഷനും കൂടും.
കാരണം ലാക്ടോട്രോഫ്സ് കുറച്ചുകൂടെ പ്രോലിഫറേറ്റഡ് ആയിട്ട് കാണുന്നു. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എൻലാർജ്മെൻറ്റ് ഓഫ് ദി ഏക്രൽ പാർട്ട്. ഏക്രൽ പാർട്സ് പറയുമ്പോൾ കൈയും കാലും ഒക്കെ. പ്രോഗ്നാന്തസം എന്ന് പറയുമ്പോൾ ലോവർ ജോ കുറച്ചുകൂടെ പ്രൊട്രൂഡഡ് ആയിട്ട് കാണും. അക്രോമെഗാലിക് ഫേസിൽ 2 കാര്യങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പം ഫ്രോണ്ടൽ ആൻഡ് ഫേഷ്യൽ ബോൺസിൻ്റെ ഗ്രോത്ത് കൂടും. പിന്നെ ബോഡിയിലുള്ള ബോഡി ഹെയർസിൻ്റെ എമൗണ്ടും കൂടും. അടുത്ത ഫീച്ചേഴ്സിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാം, ഗ്ലൂക്കോസ് ഇൻടോളറൻസ് ഉണ്ട്, ഹിർസൂട്ടിസം ഉണ്ട്, ഗൈനക്കോമാസ്റ്റി ആൻഡ് ലാക്ടേഷൻ ഉണ്ട്, വിഷ്വൽ ഫീൽഡ് ചേഞ്ചസും ഉണ്ട്. മെയിൻലി കാണുന്നത് ബൈടെമ്പറൽ ഹെമി അനോപ്പിയാണ്. പിന്നെ വിസറൽ ഓർഗൻസ് എൻലാർജ്ഡ് ആയിട്ട് കാണാം. ബോൺസ് എൻലാർജ്, വിട്ട് കൂടും, ബോൺസ് എൻലാർജ് ഇൻ ദ വിട്ട്. ആൻഡ് ഒപ്റ്റിക് കൈസ്മ കുറച്ചുകൂടെ കംപ്രസ്ഡ് ആവുന്നത് കാരണം ഹെഡേക്ക് ആയിട്ടും കാണുന്നുണ്ട്. അക്രോമെഗാലിയുടെ ഡയഗ്നോസിസ് പറയുമ്പം ഈ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എല്ലാം വെച്ച് ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ്റെ ബേസിസിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. അല്ലെങ്കിൽ MRI സ്കാനോ CT സ്കാൻ ഓഫ് പിറ്റ്യൂട്ടറിയോ ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്ലാസ്മയിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ എമൗണ്ട് ഭയങ്കര എലിവേറ്റഡ് ആയിട്ട് കാണും. ട്രീറ്റ്മെൻറ്റ് പോളിസി എന്ന് പറയുമ്പോൾ സർജിക്കൽ റിമൂവൽ തന്നെയാണ്. നെക്സ്റ്റ് ആണ് ജൈജാൻറ്റിസം കാണുന്നത് ചിൽഡ്രനിലാണ്. അപ്പം ബിഫോർ ദ ഫ്യൂഷൻ ഓഫ് എപ്പിഫൈസിസ്, ഹൈപ്പർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ബിഫോർ ദ ഫ്യൂഷൻ ഓഫ് എപ്പിഫൈസിസ്. ഇതിൻ്റെ കോസ്, മാനേജ്മെൻറ്റ്, ട്രീറ്റ്മെൻറ്റ് എല്ലാം അക്രോമെഗാലിയുടെ സെയിം ആണ്. 2 ഫീച്ചേഴ്സ് ജൈജാൻറ്റിസത്തിന് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ജൈജാൻറ്റിസത്തിൽ അക്രോമെഗാലിക് ഫേസ് ഇല്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും അക്രോമെഗാലിയുടെ പോലെ തന്നെ. പിന്നെ ടോൾ സ്റ്റേച്ചർ ആയിരിക്കും ബിക്കോസ് ഓഫ് ദി ഇൻക്രീസ്ഡ് എപ്പിഫൈസൽ ഗ്രോത്ത് ഓഫ് ലോങ് ബോൺസ്. നെക്സ്റ്റ് ആണ് ഹൈപ്പോസെക്രീഷനിൽ ഹൈപ്പോതലാമിക് ഫെയിലിയർ ആണെങ്കിൽ GRHൻ്റെ റിലീസ് കുറയും. പിറ്റ്യൂട്ടറി ഫെയിലിയർ ആണെങ്കിൽ GHൻ്റെ എമൗണ്ട് കുറയും. ആഫ്രിക്കൻ പിഗ്മീസിൽ ദർ ഇസ് ഡിക്രീസ്ഡ് IGF സിന്തസിസ് ബൈ ദ ലിവർ. ഇൻസുലിനിലെ ഗ്രോത്ത് ഫാക്ടർ സിന്തസൈസ് ചെയ്യുന്ന ലിവറിലാണല്ലോ. അപ്പോൾ അവിടെ ദർ വിൽ ഡിക്രീസ്ഡ് IGF സിന്തസിസ്. ലാരോൺ ഡ്വാർഫിസത്തിൽ ഒന്നെങ്കിൽ ഡിക്രീസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ റിസെപ്റ്റേഴ്സ് കുറച്ചുകൂടി അൺറെസ്പോൺസീവ് ആയിട്ട് അവർ റെസ്പോണ്ട് ചെയ്യാതിരിക്കാം. നെക്സ്റ്റ് ഇസ് ദ പിറ്റ്യൂട്ടറി ഡ്വാർഫിസം. പിറ്റ്യൂട്ടറി ഡ്വാർഫിസം ഇസ് ഡ്യൂ ടു ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി. ഇവിടെ ദേ വിൽ ബി പീപ്പിൾ വിത്ത് സ്റ്റോർഡ് സ്റ്റേച്ചർ. അവിടെ ഇവരുടെ ബോൺ ഗ്രോത്തും മെച്ചുറേഷനും എല്ലാം ഡിലേഡ് ആയിരിക്കും. ദർ വിൽ ബി ഡിക്രീസ്ഡ് മസിൽ ആൻഡ് ടോട്ടൽ ബോഡി മാസ്, ഡിക്രീസ്ഡ് കാർഡിയാക് ഫംഗ്ഷൻ ആൻഡ് ഡിക്രീസ്ഡ് ബോൺ ഡെൻസിറ്റി. ആൻഡ് ഇവിടെ മെൻ്റൽ പവർ നോർമൽ ആയിരിക്കും. ഇതാണ് തൈറോയ്ഡ് ഡ്വാർഫിനെയും പിറ്റ്യൂട്ടറി ഡ്വാർഫിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള മെയിൻ പോയിന്റ്. തൈറോയ്ഡ് ഡ്വാർഫിൽ പീപ്പിൾ വിൽ ബി മെൻ്റലി റിട്ടാർഡഡ്. പക്ഷെ പിറ്റ്യൂട്ടറി ഡ്വാർഫിസത്തിൽ മെൻ്റൽ പവർ നോർമൽ ആയിരിക്കും. IGFൻ്റെ എമൗണ്ട് കുറയാം, അല്ലെങ്കിൽ IGF-1 കുറയാം. ട്രീറ്റ്മെൻറ്റ് പോളിസി എന്ന് പറയുമ്പോൾ റീകോമ്പിനൻറ്റ് ടെക്നോളജി വഴി റീകോമ്പിനൻ്റ് ആയിട്ട് ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ പ്രിപ്പറേഷൻ നമ്മൾ കൊടുക്കുകയാണ്. So this is all about growth hormone. Thank you.